ഞങ്ങളെ നമ്മളെ പുൽപ്പള്ളി ചേകാടി വന്നപ്പോഴേ ഒരു ഗ്രാമട്ടോ, ചെറിയൊരു ഗ്രാമമാണ്. പക്ഷെ ഈ റൂട്ടിൽ പോകുമ്പോ എന്താ വെച്ചാൽ കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങൾ ഇവിടുത്തെ ഒരാളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അവിടെ ചോദിച്ചാൽ നമുക്ക് ഇത് എവിടെ ലൊക്കേഷൻ എന്നുള്ളത്. പക്ഷെ ഈ റൂട്ടിലൂടെ പോകുമ്പോ എന്തായാലും ഇതൊന്ന് വിസിറ്റ് ചെയ്തിരിക്കണം ഈ ഒരു സ്ഥലം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആളൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇതിന്റെ ഉള്ളിൽ കയറി വെക്കട്ടെ, ചെറിയൊരു ചായക്കട കോഫി ഷോപ്പ് ഒന്ന് കയറി വെക്കട്ടോ. പുറത്തുനിന്ന് കണ്ടപ്പോ അത്ര ഒന്നും ഇല്ലേ, പക്ഷെ അതിന്റെ ഉള്ളിൽ കയറിയപ്പോ കണ്ടോ, കണ്ടില്ലേ അടിപൊളി ഒരു സീനറി കേട്ടോ. അതിന്റെ ഉള്ളിൽ കോഫി ഷോപ്പാണല്ലേ അത്. കാലഘട്ടത്തിലെ അടുക്കളാണ് നമുക്ക് ഇതിനുള്ളിൽ കാണാൻ കഴിയുന്നത്. പഴയ മുറം ഒട്ടക്കയില് പഴയ കയ്യിലൊക്കെ തൂക്കിയിടുന്ന പണ്ടത്തെ ഇത് സ്റ്റാൻഡ്. ഇതിനുള്ളിൽ വന്നൊക്കെ പഴയ കാല ഉള്ളിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ട് അല്ലേ. അത് അടുക്കളയാണ് അല്ലേ. പഴയകാല സംഭവം ചോദിക്കും. ഇതിന്റെ മാസ്റ്റർ അവിടെ ഉണ്ട്. ഇതിന്റെ ആളെ നമ്മൾ പരിചയപ്പെടുത്തി തരാം. അതുകൊണ്ടില്ലേ ഉള്ളിൽ നമ്മളെ കാഴ്ചകളാട്ടോ. കണ്ടില്ല പഴയ ഒരു കാലത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ചെറിയൊരു സീനറി ആട്ടോ. കണ്ടില്ല ഞങ്ങള്. നിങ്ങളുടെ പേരെന്തായിരുന്നു? അജയ് കുമാർ, അജയൻ ചേകാടി. നമ്മളെ ചേകാടി നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മക്ക് ശരിക്കും ഇപ്പൊ ചേകാടി എന്താണെന്ന് അറിയില്ല. ഇവിടുത്തെ ഗ്രാമമാണെന്നുള്ളതാണ് നമ്മൾ അറിയപ്പെട്ടുള്ളത്. അപ്പൊ നമ്മളെ അജയേട്ടൻ ഇവിടെ ഉണ്ട്. ഈ ഏരിയയിലെ പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രവർത്തനാണ്. അപ്പൊ അജയേട്ടാ, ഞങ്ങൾക്ക് ശരിക്ക് ഇവിടെ ഒന്ന് കാണാന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരും. എന്നാ ചേകാടിയെ കുറിച്ച്. ചേകാടി എന്ന് പറയുന്നത് വയനാടിന് 4 സംസ്കാരങ്ങളുണ്ട്. ഒന്ന് ഗോത്ര സംസ്കാരം. ഗോത്രമില്ലാതെ വയനാടില്ല. നിങ്ങൾ എന്തൊക്കെ ചിന്തിച്ചാലും ഗോത്രമാണ് ഇവിടെ വലുത്. അത് ഗോത്രം ഞാൻ ST ഗോത്രം മാത്രമല്ല, ജനറൽ ഗോത്രം. ഞാൻ ഉദ്ദേശിക്കുന്നത് മധ്യകാലത്ത് കുടിയേറിയ മുസ്ലിം സമുദായം പോലും ഗോത്രമായിട്ടാണ് ഞാൻ കണക്കുന്നത്. അപ്പൊ ആ ഗോത്ര സംസ്കാരമുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ വന സംസ്കാരമുണ്ട്, മൂന്നാമത്തെ പുഴ സംസ്കാരമുണ്ട്, നാലാമത്തെ കാർഷിക സംസ്കാരം. ഈ 4 സംസ്കാരങ്ങളുടെ സംഗമ ഭൂമിയാണ് വയനാട്. ആയിരുന്നു, ഞാനിപ്പോൾ പറഞ്ഞ അങ്ങനെയാണ് പറഞ്ഞത്, ആണ് എന്നല്ല ഞാൻ പറഞ്ഞത്, ആയിരുന്നു. പക്ഷെ എല്ലാ സ്ഥലത്തും വികസിച്ച പോലെ വയനാടും അതിന്റെ പാതയിൽ പോവുകയും ഈ 4 സംസ്കാരങ്ങളും അന്യം നിൽക്കുന്ന സമയത്താണ് ഞങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ചേകാടി എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിന്റെ പ്രസക്തി നമുക്ക് അറിയാൻ കഴിയുന്നത്. ചേകാടി എന്ന് പറയുന്നത് 50 കൊല്ലം മുമ്പ് വയനാട് എന്തായിരുന്നോ അത് തന്നെയാണ് ചേകാടി. വേറെ ഒരു മാറ്റവും ഇല്ല. അതില് അപ്പൊ ഇവിടുത്തെ ഹോം സ്റ്റേന്റെ ഉള്ളിൽ കേട്ടോ നമ്മൾ കയറാൻ പോണത്. ചെറിയ ഹോം സ്റ്റേ, നമ്മളെ നാട്ടിലത്തെ പോലെയല്ല, നമ്മളെ പഴഞ്ചൻ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുപോകുന്ന ചെറിയൊരു ഹോം സ്റ്റേന്റെ ഉള്ളിലേക്കട്ടെ. നമ്മള് മൂപ്പര് ഇതിന്റെ ഇവിടുത്തെ ഒരു ചേട്ടനുണ്ട്, ആളോട് നമ്മൾക്ക് കാര്യങ്ങൾ ചോദിച്ചേക്കാം. ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇതില് നല്ലൊരു വൈബുള്ളൊരു റൂമാട്ടോ, ഹോം സ്റ്റേ. നമ്മളെ നാട്ടിൻപുറത്തെ പോലല്ല, പക്ഷെ ഈ ഗ്രാമങ്ങളിലെ ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഇതിലൊക്കെ നമ്മള് എന്ത് ചെയ്യണം. ഇവിടുത്തെ എങ്ങനെയാണ് നമ്മള് ഇപ്പൊ ഒരു ഫാമിലി ആയിട്ട് വരിക, എന്തെങ്കിലും ബാച്ചിലർക്ക് വരിക, എങ്ങനെ കൊടുക്കുന്നത്? ഇത് 2 പേരുടെ സിസ്റ്റമാണ് പറഞ്ഞത്. റൂം എന്ന് പറഞ്ഞാൽ 2 പേർക്കാണ് അനുവദിക്കുക. 4 രാത്രിയിലത്തെയും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഇൻക്ലൂഡ് ആണ്. ആ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും നിങ്ങൾ ജീവിതത്തിൽ നിന്ന് കഴിക്കാത്ത ഈ ഗ്രാമത്തിന്റെ എത്തനിക് ഫുഡാണ് കൊടുക്കുക. നമ്മൾ 3 ടൂർസാ ചെയ്യുന്നത്. ഒന്ന് ട്രഡീഷണൽ വാക്കിംഗ്, ട്രഡീഷണൽ ഫുഡ്, ട്രഡീഷണൽ സ്റ്റേ. ഇത് ട്രഡീഷണൽ സ്റ്റേ ബെറ്ററാണ്. ട്രഡീഷണൽ ഫുഡ് ആണെങ്കിൽ അതും ഇതിൽ ഇൻക്ലൂഡ് ആണ്. അത് ട്രഡീഷണൽ വാക്കിംഗ് നിങ്ങളുടെ ഗോത്രങ്ങളോട് സമീപിച്ചുകൊണ്ട് അവരുടെ കൂടെ നടക്കുന്നത് ട്രഡീഷണൽ വാക്കിംഗ് ആക്കും. അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു നിങ്ങൾ വയനാട് എന്താണോ അത് ശരിക്കും അല്ല. ഇവിടെ നിങ്ങൾക്ക് TV അങ്ങനത്തെ ആധുനികതയൊന്നുമില്ല. കറണ്ട് കണ്ടുപോയാൽ നമ്മൾ ഇന്റർനെറ്റ് ഇതിൽ വിളിച്ചുകൊണ്ട് ഒക്കെ റിട്ടേൺ ടു നാച്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് കാരണം നമ്മൾ ഒരു ദിവസം വയനാട് എന്താന്ന് പറയുന്ന അതുണ്ടോ, മണ്ണ്, വെള്ളം, വായു, ഇത് 3 മലിനമാവാത്ത ചേകാടിയുടെ നിഷ്കളങ്കമായി ആസ്വദിക്കാം. നമുക്ക് വരുന്ന സമയത്ത് ബുക്ക് ചെയ്തിട്ട് വരും, അല്ലെങ്കിൽ ബുക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് വന്ന് പിന്നെ മടങ്ങി പോകേണ്ട ഒരു അവസ്ഥ വരില്ല. 10 ദിവസം മുമ്പെങ്കിലും ബുക്കിംഗ് മാത്രമേ അനുഭവം. ഇത് 7 ലെയർ മണ്ണാണ്. 7 ഇതിനകത്ത് മുള ഇങ്ങനെ മെടയാന്നറിയും. ഇത് 4 സൈഡും മണ്ണാണ്, മേലെയും മണ്ണാണ്. അതാണ് ഈ കൂളിങ്. ഉച്ചയ്ക്ക് ഇതിന്റെ പ്രത്യേകിച്ച് മഴക്കാലത്ത് ചെറിയ ചൂടും വേനൽക്കാലത്ത് ചെറിയ തണുപ്പുമായിരിക്കും. അത് മാത്രമല്ല ഈ ബെഡ് കട്ടില് നിർമ്മിച്ചേക്കുന്ന മണ്ണും കൊണ്ടാണ്. അതിന്റെ സൈഡ് കുറച്ച് സിമെന്റ് വെച്ചു. ഇതല്ലേ ഫുൾ മണ്ണും മണ്ണ്. ഇതിൽ ഒരു കളർ പെയിന്റിംഗ് ഇല്ല. കളർ പെയിന്റിംഗ് തന്നെ വന്നിട്ടില്ല. അതാണ് നമ്മളെ മണ്ണ് കലക്കി ലാസ്റ്റ് ഫിനിഷ് ചെയ്തു. വയനാടിന്റെ സംസ്കാരം എന്താണോ അത് തന്നെ അറിയാം. ഫാമിലി പോകില്ല. ജനവാദം നോക്കൂ. അത് ശരി. നമുക്ക് നമ്മള് പഴയ ഒരു ഇതിലേക്ക് കൊണ്ടുപോകുന്ന രീതി കേട്ടോ.